എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 സ്പോർട്സ് കോട്ട സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് അപേക്ഷ ഇന്നു മുതലാണ്. പുതിയ അപേക്ഷ എങ്ങനെ സമർപ്പിക്കാം, അലോട്ട്മെൻറ്റ് കിട്ടാത്തവർക്ക് എങ്ങനെ എഡിറ്റ് ചെയ്ത് കൊടുക്കാം എന്നൊക്കെയാണ് ഈ വീഡിയോയിൽ കൂടെ നിങ്ങളുമായി ചർച്ച ചെയ്യാനുള്ളത്. വിശദമായ വാർത്തയിലേക്ക് പോകുന്നതിന് മുമ്പായി ആദ്യമായിട്ട് കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും പഠിക്കേണ്ട മറക്കണ്ട ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്തതിനൊപ്പം നോട്ടിഫിക്കേഷൻ ബെല്ലുകളിലെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും വീഡിയോ യൂസ്ഫുൾ ആയിട്ടുള്ളതാണെങ്കിൽ മാക്സിമം ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കളിലേക്ക് ഷെയർ എത്തിക്കാനോട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് നമ്മുടെ ചാനലിൽ വീഡിയോ കാണുന്ന 100 വിദ്യാർത്ഥികൾ വീഡിയോ കാണുമ്പോൾ 10 പേർ പോലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. പ്രിയ വിദ്യാർത്ഥികളെ അങ്ങനെ ആവരുത്. തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബെല്ലുകളിലെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുള്ളതാണെങ്കിൽ മാക്സിമം ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കളിലേക്ക് ഷെയർ എത്തിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. +1 അലോട്ട്മെൻറ്റ് സ്പോർട്സ് കോട്ട സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ഇന്ന് മുതൽ ആരംഭിക്കുകയാണ്. ഇന്ന് ജൂൺ 22 ഇന്ന് മുതൽ ആരംഭിക്കുകയാണ് സ്പോർട്സ് കോട്ട സപ്ലിമെൻ്ററിയിലേക്കുള്ള അപേക്ഷ ഇന്നലെ ആരംഭിച്ചിരുന്നു. അതായത് ഇന്ന് ആരംഭിക്കുമെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഇന്നലെ വൈകുന്നേരത്തോടു കൂടി തന്നെ എന്ത് ചെയ്തു, വേക്കൻസി ലിസ്റ്റും കാര്യങ്ങളെല്ലാം HSCAPൻ്റെ വെബ്സൈറ്റിൽ വന്നു. നിങ്ങൾ എങ്ങനെയാണ് ആപ്ലിക്കേഷൻ സമർപ്പിക്കുന്നത് നോക്കാം. ഇനി പുതിയൊരു ആപ്ലിക്കേഷൻ സമർപ്പിക്കുന്ന വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങൾ കാൻഡിഡേറ്റ് ലോഗിൻ സ്പോർട്സ് എന്ന ലിങ്കിലൂടെ ക്ലിക്ക് ചെയ്തിട്ട് എത്തിക്കണം. പുതിയൊരു ആപ്ലിക്കേഷൻ ഐഡിയും പാസ്വേഡും ക്രിയേറ്റ് ചെയ്തതിന് ശേഷമായിരിക്കും നിങ്ങൾ അപേക്ഷ സമർപ്പിക്കുന്നത്. നിങ്ങൾ ആദ്യം ആപ്ലിക്കേഷൻ ഐഡിയും പാസ്വേഡും ക്രിയേറ്റ് ചെയ്യുക. ശേഷം പിന്നെ എന്ത് ചെയ്യുക, കാൻഡിഡേറ്റ് ലോഗിൻ SWS എന്ന ലിങ്ക് വഴി നിങ്ങൾ ആപ്ലിക്കേഷൻ സമർപ്പിക്കുകയാണ്. ഇത് വേണ്ട ഡീറ്റെയിൽസും ഓപ്ഷൻസ് എല്ലാം കൊടുത്ത് അങ്ങനെയാണ് പുതിയ അപേക്ഷ സമർപ്പിക്കുന്നത്. നിങ്ങൾ പുതിയ അപേക്ഷ സമർപ്പിക്കുമ്പോൾ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് പ്രകാരമുള്ള വേക്കൻസി ലിസ്റ്റുകളിലേക്ക് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ പറ്റൂ. അത് വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണെന്ന് വിദ്യാർത്ഥികൾ ഓർത്തിരിക്കുക. സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ജില്ലാ വൈസുള്ളത്, ഓരോ ജില്ലയും അടിസ്ഥാനമാക്കിയിട്ടുള്ള വേക്കൻസി ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു. അപ്പോൾ അതിൽ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് വേക്കൻസീസ് എന്ന ലിങ്ക് കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജില്ല സെലക്ട് ചെയ്യാൻ ഓപ്ഷൻ കിട്ടും. ആ ജില്ല സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, പിന്നെ ജില്ല സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ആ ജില്ലയിലുള്ള എല്ലാ സ്കൂളുകളുടെ ലിസ്റ്റ് നിങ്ങളുടെ മുമ്പിലേക്ക് വരും. അതിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതിൽ സ്കൂളിൻ്റെ പേരും തൊട്ടപ്പുറത്തായിട്ട് എത്ര വേക്കൻസി ആ സ്കൂളുകളിൽ ഒഴിവ് കിടപ്പുണ്ടെന്ന് നിങ്ങൾക്കത് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെയാണ് അപേക്ഷ സമർപ്പിക്കുന്നത്. ഇനി അപേക്ഷ എഡിറ്റ് ചെയ്യേണ്ടവർ, അതായത് അലോട്ട്മെൻറ്റ് ബുക്ക് ചെയ്യപ്പെട്ട അലോട്ട്മെൻറ്റുകളിൽ എവിടെയും അലോട്ട്മെൻറ്റ് ലഭിക്കാത്തവർക്ക് എഡിറ്റ് ചെയ്യേണ്ട അവസരം. നിങ്ങൾ പുതിയ ആപ്ലിക്കേഷൻ അല്ല സമർപ്പിക്കേണ്ടത്. നിങ്ങൾ കാൻഡിഡേറ്റ് ലോഗിൻ SWS എന്ന ലിങ്ക് വഴി ആപ്ലിക്കേഷൻ ഐഡിയും പാസ്വേഡും ഡിസ്ട്രിക്റ്റ് നൽകി ജില്ലയും നൽകി ലോഗിൻ ചെയ്യുക. ശേഷം അപ്ലൈയിങ് സ്പോർട്സ് കോട്ട സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് എന്ന ലിങ്ക് വഴി ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ആപ്ലിക്കേഷൻ സമർപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് മറ്റ് വിവരങ്ങളൊന്നും എഡിറ്റ് ചെയ്യാനുണ്ടാവില്ല, ഓപ്ഷൻസ് മാത്രമേ എഡിറ്റ് ചെയ്യാനുണ്ടാവുള്ളൂ. കാരണം ചിലപ്പോൾ നിങ്ങൾ അപേക്ഷിച്ചിട്ടുള്ള സ്കൂളുകളിൽ വേക്കൻസി കാണണമെന്നില്ല. അപ്പോൾ പുതിയ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് പ്രകാരമുള്ള വേക്കൻസിയിലേക്ക് മാത്രമേ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. അത് പുതിയ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് വേക്കൻസി ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു. ഞാൻ ആദ്യം പറഞ്ഞില്ലേ, വേക്കൻസി ഫോർ സ്പോർട്സ് കോട്ട സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞാൽ വേക്കൻസീസ് ഒരു ലിങ്ക് അവിടെ വന്നിട്ടുണ്ട്. വേക്കൻസി ഫോർ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ഫോർ വേക്കൻസീസ് അങ്ങനെ പറഞ്ഞത്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ജില്ല സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, വേക്കൻസി ലിസ്റ്റ് നിങ്ങളുടെ മുമ്പിൽ തന്നെ എത്തുന്നതായിരിക്കും. വേക്കൻസി ലിസ്റ്റ് കൃത്യമായിട്ട് നിങ്ങളുടെ മുമ്പിൽ തന്നെ എത്തും. അതിലേക്ക് അതിൻ്റെ ഒരു സൈഡിൽ സ്കൂളും മറ്റൊരു സൈഡിൽ വേക്കൻസീസും നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് നോക്കിയിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള സ്കൂളുകളും കോഴ്സുകളും എൻ്റർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ആ വേക്കൻസി പ്രകാരമുള്ള സ്കൂളുകൾക്കും കോഴ്സുകൾക്കും മാത്രമേ നിങ്ങൾക്ക് അപേക്ഷ കൊടുക്കാൻ സാധിക്കുകയുള്ളത് വിദ്യാർത്ഥികൾ ഓർത്തിരിക്കുക. അപ്പോൾ സ്പോർട്സ് കോട്ട സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റാണ് ഇപ്പോൾ വിളിച്ചിരിക്കുന്നത്. സാധാരണ സപ്ലിമെൻ്റ്, അത് മെറിറ്റ് കോട്ട സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ജൂലൈ 2 മുതലാണെന്ന് വിദ്യാർത്ഥികൾ ഓർത്തിരിക്കുക. ഇപ്പോൾ ഏതെങ്കിലുമൊക്കെ സ്പോർട്സ് ഇനങ്ങളിൽ മികവ് നേടിയിട്ടുള്ള വിദ്യാർത്ഥികൾ ആണെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാനൊരു സുവർണ്ണ അവസരമാണ്. ഇതുവരെ അലോട്ട്മെൻറ്റ് കിട്ടാത്തവർക്കും ഇനി അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കാതെ പോയവർക്കും പുതിയൊരു അവസരമാണെന്ന് വിദ്യാർത്ഥികൾ ഓർത്തിരിക്കുക. കാത്തിരിക്കാൻ പറ്റുമോ പുതിയ അറിയിപ്പുകൾക്ക് വേണ്ടി. മൈ നെയിം ഈസ് കറിയ, ദ ഫൗണ്ടർ ഓഫ് കറിയ ഫോട്ടക്, ദ കരിയർ ഗൈഡൻസ്. താങ്ക് ഫോർ വാച്ചിങ്. ബൈ.